മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഫോർട്ട് കൊച്ചിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി KJ മാക്സി. കൊച്ചിയുടെ പ്രധാന ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയത്തുടിപ്പറഞ്ഞാണ് KJ മാക്സിയുടെ തിങ്കളാഴ്ചത്തെ പൊതുപര്യടനത്തിന് തുടക്കമായത്. അച്ചുവിന്റെ തട്ടുകടയിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരോടും നാട്ടുകാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. റോറോ യാത്രക്കാരെയും ഓട്ടോ ഡ്രൈവർമാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കുമ്പളങ്ങിയിൽ ബെസാർഡ് ബ്രദേഴ്സ് റിയൽ FC ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മട്ടാഞ്ചേരിയിലെ ഈരവേലി, നെല്ലിക്കടവ് പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി. 10 വർഷം മുമ്പ് കുടിവെള്ളക്ഷാമം ഏറെ നേരിട്ട പ്രദേശങ്ങളാണിത്. കുടങ്ങൾ നിറഞ്ഞ തെരുവുകൾ ഇവിടുത്തെ പതിവ് കാഴ്ചയായിരുന്നു. 2016 MLA ആയി വന്നതിനു ശേഷം ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തതുപോലെ 2017 കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത് ഈരവേലിയിലായിരുന്നു. കുടങ്ങളും നിറഞ്ഞ ചിത്രവും കുടിവെള്ളക്ഷാമം എന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരവും കണ്ട KJ മാക്സിയെ ഇന്നുവരെയും കൈവിട്ടിട്ടില്ല എന്നും ഇനിയും കൈവിടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് പകൽ 3 മണിക്ക് ഫോർട്ട് കൊച്ചി സൗത്ത് ഫിഷറീസ് ഓഫീസിന് സമീപം ആരംഭിച്ച പൊതുപര്യടനം ജൂബിലി ജംഗ്ഷൻ, വെളി ജംഗ്ഷൻ, മുല്ലവളപ്പ്, അമരാവതി, അമ്മൻകോവിൽ, താമരക്കുളം പാർക്ക്, പൊന്നൂഞ്ഞാൽ റോഡ്, പട്ടാളം ജംഗ്ഷൻ, ഞാലിപ്പറമ്പ് ജംഗ്ഷൻ, കോട്ട ജംഗ്ഷൻ, ആസ്പിൻവാൾ ജംഗ്ഷൻ, കൽവത്തി കമ്മ്യൂണിറ്റി ഹാൾ, കോഞ്ചേരി, മെഹബൂബ് നഗർ, കുരിശുവര ജംഗ്ഷൻ വഴി തുരുത്തിയിൽ സമാപിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ദുരിതകാലങ്ങളാകെ അവസാനിച്ച് 10 വർഷമായി മനുഷ്യൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ നമുക്ക് സംരക്ഷിക്കാൻ, നമ്മുടെ കേരളത്തെ നമുക്ക് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ കേരളത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അന്ധകാരത്തിന്റെ നാളിലേക്ക് നമ്മുടെ നാട് മാറുമെന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അഴിമതിയുടെയും അവസരവാദത്തിന്റെയും നാടായി നമ്മുടെ നാട് മാറുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു, ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അധികാരത്തിൽ തുടരണം. കൊച്ചിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ഒരു മഴക്കാലം ആരംഭിക്കുമ്പോൾ സാധാരണക്കാർ, അവിടുത്തെ അമ്മമാർ, അവിടെയുള്ള വന്ധ്യവയോധികരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഏറെ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയുടെ ഭീതിജനകമായൊരു വിഷയത്തെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കാൻ സഖാവ് KJ മാക്സിക്ക് കഴിഞ്ഞു. ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. സുധാകരൻ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. സതീശന്റെ വാദം എന്താ? ഞാനും സുധാകരനും കൂടി ഇപ്പൊ സംസാരിച്ചു, അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. തൊട്ടടുത്ത പ്രദേശത്ത് സുധാകരനുണ്ട്. അപ്പൊ തന്നെ ചാനലുകളൊക്കെ കൂടി സുധാകരൻ്റെ അടുത്തല്ലേ സുധാകരനോട് ചോദിച്ചു. അപ്പൊ സുധാകരൻ പറഞ്ഞു, ഞാനിട്ട പോസ്റ്റാണ്, എന്നെ സതീശൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പുറം ഇപ്പുറമുള്ള ലീഡർഷിപ്പ് പറയുന്ന വാക്കുകളിൽ ആരുടെയാണെന്നോണം. അവിടെ ഓരോ പദ്ധതിയുടെ കാര്യങ്ങളുമായി എന്തെങ്കിലും പരിപാടിക്ക് നമ്മുടെ MLA ചെന്നാൽ അവിടുത്തെ ജനങ്ങൾ ചെല്ലും ഒരു നിവേദനവുമായി. ഞങ്ങളുടെ റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു നടക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരുന്നില്ല. MLA സഹായിക്കണം, ഞങ്ങളെ റോഡൊന്ന് നന്നാക്കി തരണം, MLA കൊണ്ട് കഴിയും എന്ന് പറയുന്ന ആ ജനതയുടെ നിവേദനം വാങ്ങിച്ചുകൊണ്ട് മാറ്റിവെക്കുകയല്ല ചെയ്തത്. മറിച്ച് എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ഈ റോഡ് നന്നാക്കി തരുമെന്ന് പറയുക മാത്രമല്ല, ഉടനടി അതിനാവശ്യമായ ഫണ്ട് പാസാക്കിക്കൊണ്ട് അതിന്റെ നിർമ്മാണോദ്ഘാടനം വരെ നടത്തിയതിനു ശേഷമാണ് MLA KJ മാക്സി വോട്ട് ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.